ഇന്ന് സ്ത്രീകളിൽ കാണുന്ന ഒരു അവസ്ഥയാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശാരീരികവും മാനസികവും അലസന്മാരായിട്ടിരിക്കുക, അതായത് ക്ഷീണം, വിശപ്പില്ലായ്മ, പേശികൾക്കൊക്കെ ഒരു ബലഹീനത കുറവ്, നഖങ്ങൾക്കൊക്കെ കുഴികൾ രൂപപ്പെടുക, അതോടൊപ്പം തന്നെ നിറം മങ്ങുക, കൈകാലുകൾക്കൊക്കെ ഒരു തണുപ്പ്, മരവിപ്പ് അനുഭവപ്പെടുക, നമ്മുടെ സ്കിന്നുകളൊക്കെ ആണെങ്കിൽ വിളറിക്കിടക്കുക. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ മെയിനായിട്ട് അയൺ ഡെഫിഷ്യൻസി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര അയൺ ഇല്ലാത്തത് കാരണമാണ് ഈ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ നമ്മളെ ശരീരം പ്രകടിപ്പിക്കുക. എന്നാൽ 15 വയസ്സ് മുതൽ 49 വയസ്സ് വരെയുള്ള ആളുകളിൽ കൂടുതലായിട്ട് അയൺ ആൻഡ് ഫോളിക്കിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഈ രീതിയിൽ അനീമിക് ആവുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ കണക്ക്. സ്ത്രീകളെ സംബന്ധിച്ചിട്ട് മെൻസ്ട്രൽ ടൈം, ഫീഡിങ് ടൈം, പ്രഗ്നൻറ്റ് ടൈം, ചില സർജറിക്കൽ കേസുകളിലൊക്കെ ബ്ലഡിലൂടെ അവരുടെ കാൽഷ്യം നഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ അയണും ഫോളിക്കും നഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫാസ്റ്റ് ഫുഡ് നമ്മൾ ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ കറക്റ്റ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ന്യൂട്രീഷൻസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പം ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഈ റീസൺസൊക്കെ നമുക്ക് ഉണ്ടാവാം. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മുട്ടയാവട്ടെ, പച്ചക്കറികളാവട്ടെ, ബീട്രൂട്ട് ആവട്ടെ, പച്ചിലവർഗ്ഗങ്ങളാവട്ടെ, അതുപോലെ തന്നെ അതായത് ന്യൂട്രീഷൻസ് അടങ്ങിയ പല ഫുഡും നമുക്കിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ മോദി കെയറിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട അയണും ഫോളിക്കും വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ സപ്ലിമെൻ്റാണ് അയൺ ആൻഡ് ഫോളിക് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ ഫുഡ് സപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഡെയിലി ഒരെണ്ണം നമ്മളിത് കഴിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പീരീഡ്സൊക്കെ ആയിട്ടുള്ള, അതായത് മെൻസ്ട്രൽ ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഭാവിയിൽ അനീമിക് ആവാനുള്ളൊരു സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പം ഈ ഒരു അയൺ ആൻഡ് ഫോളിക് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അതോടൊപ്പം ഡെയിലി നമ്മൾ ഇതൊരെണ്ണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് അതിന് റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇല്ലാത്ത ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫുഡിൽ നമ്മൾ ഈ ഒരു സപ്ലിമെൻ്റ് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും തീർച്ചയാണ്. അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ വാങ്ങി ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്. അപ്പം ഇതിനുള്ളൊരു പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.